അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര സ്റ്റേഷനിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വടകര സ്റ്റേഷൻ എൻ്റെ വീട്ടിലേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ ഒരു ദീർഘമായ യാത്രയുടെ ഫൈനൽ പാർട്ടാണിത്. അപ്പോൾ വടകരയിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണേ. സൂക്ഷിച്ചു കൊണ്ടുപോണേ ബാഗ്. ഇങ്ങോട്ടേക്കടാ, ഒരു ഹായ് പറഞ്ഞ. ഹായ്. അപ്പം നമ്മളിതാ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റേഷനൊക്കെ അടിമുടി മാറിയിട്ടുണ്ട്. അമൃത് ഭാരത് പദ്ധതിൻ്റെ ഭാഗമായിട്ട് മൊത്തം അടിമുടി സ്റ്റേഷൻ റിനോവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം പോകുമ്പോൾ ഇതൊക്കെ പൊളിച്ചിട്ടിരുന്ന സ്റ്റേഷനായിരുന്നു കേട്ടോ. സമയം പറഞ്ഞെടുക്ക്. ഹായ്, സമയം പറഞ്ഞെടുക്ക്. അപ്പോൾ നമ്മളിതാ നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. റിനോവേഷൻ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊല്ലം കൊണ്ട് അടിമുടി മാറി സ്റ്റേഷനിപ്പോൾ. കഴിഞ്ഞ കൊല്ലം പോകുമ്പോൾ ഇവിടെ ഒക്കെ മൊത്തം പൊടിയായിരുന്നു. അതുപോലെ തന്നെ പുതിയ സീറ്റെല്ലാം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മളതാ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഞ്ഞേ ഹായ് പറ. അപ്പം വടകര സ്റ്റേഷൻ തൊട്ട് എൻ്റെ വീട് വരെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അടി കിട്ടുകയാണെങ്കിൽ ഷെയർ ഇരിക്കുന്നുണ്ട്. ഷെയർ മേടിക്കണം, അതല്ലടാ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമ്മളെ വടകരയുടെ പഴയ തിയേറ്ററാണ് കേട്ടോ, കീർത്തിമുദ്ര. എത്ര സിനിമകൾ കണ്ട തിയേറ്റർ അറിയത്. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ഹോം ടൗണൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം അത് ഈ വീഡിയോയിൽ എന്ത് പാട്ടിപ്പ വെക്കട്ടാ. എൻ്റെ ഹോം ടൗണൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അത് ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ വെച്ചു. ഇവിടെയാണ് നമ്മളെ കല്യാൺ സിൽക്സ് എല്ലാം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇടത്തോട്ട് പോയാൽ നമ്മളെ എടോടി, അവിടുന്ന് വലത്തോട്ട് പോയാൽ പുതിയ സ്റ്റാൻഡ്, നേരെ പോവുകയാണെങ്കിൽ പഴയ സ്റ്റാൻഡ്, പെരുവട്ടും താഴെ, അങ്ങനെ അങ്ങ് പോകും. ഞാൻ ഒരുപാടായി നമ്മളെ ഹോം ടൗണെല്ലാം കാണിക്കാൻ വിചാരിച്ചു, പക്ഷെ ഇതുവരെ പറ്റിയില്ല. തണുക്കുണ്ട്, നല്ല തണുപ്പുണ്ട്. ചക്കന് നല്ല തണുക്കുന്നുണ്ട്. അയ്യോ അയ്യോ തണുക്കുന്ന, അയ്യോ തണുക്കുന്നടാ. നല്ല തണുപ്പുണ്ടല്ലേ കൂട്ടാ. നമുക്ക് തണുപ്പ് കുറക്കാൻ പറയാട്ടാ. ഈ റോഡ് നേരെ പോകുന്നത് പുതിയ സ്റ്റാൻഡ് ഭാഗത്തേക്കാണേ. വേണ്ട ബസ്സെല്ലാം വരുന്നുണ്ടോ വടകര എന്നുള്ള. ഇത് നേരെ പോകുന്നത് പഴയ സ്റ്റാൻഡിലേക്ക്. ഇത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. ഇതിലെ പോയാൽ നമ്മളെ വടകര മുനിസിപ്പൽ പാർക്കിന്റെ ഭാഗത്തേക്ക് എത്തും കേട്ടോ. വടകര പാർക്ക് റോഡ് അത് ഈ വഴിയാണ് കേട്ടോ വരുന്നത്. ആ പാർക്ക് വഴി ഇടിക്കടാ. സീനാണ് അത് റോഡ്. അപ്പൊ നമ്മളെന്താ തെരുവത്തെത്തി കേട്ടോ. ഇവിടെയൊക്കെ റോഡ് പണി കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡൈവേർഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. എന്താടാ റോഡിനൊന്നൊരു മാറ്റമില്ലല്ലോടോ. ഇലക്ഷനൊന്നും ആയിക്കില്ലേ?
ഈശോനെ കണ്ടിട്ട് മിണ്ടാത്തിപ്പോ നാണം വരുന്നുണ്ട്. ചെക്കൻ ഫോണിൽ എന്നോട് സംസാരിക്കുള്ളൂ, ഫോണിൽ എന്നോട് മിണ്ടുള്ളൂ. അതാണ് ചെക്കൻ ചെക്കൻ ഫോണിൽ എന്നോട് മിണ്ടുള്ളൂടാ. അപ്പൊ നമ്മളിതാ ഇതാണ് നമ്മളെ കണ്ണൂർ കോഴിക്കോട് NH നാഷണൽ ഹൈവേ. ഒരു ബസ്സെല്ലാം ഈ മിന്നിച്ച് വരുന്നതാ. ചെക്കൻ ഫോണിൽ എന്നോട് മിണ്ടും. നേരിട്ട് കാണുമ്പോ എന്തോ കുറച്ചടാ. മുട്ടായി തരണമെങ്കിൽ ഹായ് ഹായ് എന്തോ നാണം കണ്ട് നാണം അടിച്ച് പിന്നെ വിളിച്ചു. ചെക്കൻ ഫോണിൽ എന്നോട് മിണ്ടും. നമ്മള് ഇത് കടക്കാത്തിരു ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് കട്ട് ചെയ്ത് തണ്ണീർപ്പന്തൽ വില്യാപ്പള്ളി വഴി നേരെ വീട്ടിലേക്ക്. നേരത്തെ പറഞ്ഞാൽ തന്നെ ഹോം ടൗൺ ഒന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ഇപ്പാണ് കാണിക്കുന്നത്. ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഉറക്കം വെക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ. ഉറങ്ങണ്ടേ? ഈശ്വരന്റെ വീടെല്ലാം കാണാലോ. മയ്യന്നൂരെത്തി മയ്യന്നൂരെത്തി മയ്യന്നൂരെത്തി. ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എടാ ഇവിടെ മയ്യന്നൂരിന്ന് ഇറങ്ങുന്നില്ല. ഇറങ്ങുവാ ചെക്കനെ ഇറക്കട്ടെ. ചെക്കനെ മയ്യന്നൂർ ഇറക്കട്ടെ. അപ്പൊ നമ്മളിതാ നമ്മളെ ചെക്കൻ്റെ നാട്ടിലെത്തിയിട്ടാ മയ്യന്നൂർ. ഇവിടുന്ന് വലത്തോട്ടേക്കുള്ള ഈ ഒരു റോഡാണ് ലോകനാർക്കാവിലേക്ക് പോകുന്നത് കേട്ടോ. ആ ഈ വീട്ടിന്റെ വീട് കഴിഞ്ഞാ കഴിഞ്ഞ് വീട് കഴിഞ്ഞെന്ന് പറ. വീഡിയോയിൽ പറ വീട് കഴിഞ്ഞെന്ന്. വീട് കഴിഞ്ഞെന്ന് പറയില്ലേ വീഡിയോയില്? എന്റെ വീട് കഴിഞ്ഞെന്ന് പറ. കഴിഞ്ഞ്. അയ്യോ എന്നാ ചെയ്യാൻ ഇപ്പൊ നമ്മള് തിരിക്കാൻ പറയട്ടെ വണ്ടി? അങ്ങ് പോയിട്ട് തിരിക്കാട്ടെ നമുക്ക്. അങ്ങ് ദൂരെ പോയിട്ട് തിരിക്കാം നമുക്ക്. അങ്ങനത്തെ ഈ ഒരു റൂട്ടിലെ ഏറ്റവും വലിയ ടൗൺ ആട്ടത്. നമുക്കിപ്പോൾ പോട്ടെ വീട്ടിലെ. ചെക്കനെ വീട്ടിൽ പോകാനാ കൊതി. അപ്പൊ ഈ ഒരു റൂട്ടിലെ ഏറ്റവും വലിയ ടൗൺ ആണ് ഇത് കേട്ടോ, വില്യാപ്പള്ളി. വില്യാപ്പള്ളി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ റോഡാണ് കേട്ടോ. ഇത് പണ്ടേ ഉണ്ടായ ഒരു റോഡാണ്. അതാണ് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞെല്ലാം കിടക്കുന്നത്. അതല്ല നമ്മളിപ്പം മെയിനായിട്ടുള്ളൊരു വഴിയുണ്ട് വടകരയിൽ നിന്ന് നാദാപുരം, ഓർക്കാട്ടേരി, പുറമേരി ആ വഴി വരികയാണെങ്കിൽ ഇതിലും നല്ല റോഡാണ്. ഇതിലും നല്ല റോഡാണ്. അത് സ്റ്റേറ്റ് ഹൈവേ. ഇത് പിന്നെ ലോക്കലായിട്ടുള്ളൊരു വഴിയാണ്. എൻ്റെ ചെറുപ്പം തൊട്ടേ ഈ റോഡ് ഇങ്ങനെ തന്നെ. അതിലൊരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം ചെറുപ്പത്തിലെല്ലാം വടകര റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നമ്മൾ പൊലച്ചക്ക് ഈ വഴിയാണ് വരിക. അല്ല അടിച്ച് മിനിച്ചൊരു വരുത്ത് വരാം. ഒരു വണ്ടി ഉണ്ടാവില്ലല്ലോ ഈ സമയത്ത്. അന്ന് ഈ റോഡ് ഇങ്ങനെ തന്നെ. അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ചെക്കനുറങ്ങി. ഇമ്പം കുടിച്ചു. ഇമ്പം ഇതാ ഇത് വില്യാപ്പള്ളി ടൗൺ ആണ് കേട്ടോ. ഒരു ബസ് ബ്ലോക്ക് ആക്കിയിട്ട് നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടോ.
സ്ഥിരം തന്നെയാണല്ലോടോ ഇവിടെ. ബൈക്കാണെങ്കിലും ഇടയൊക്കെ ആരെങ്കിലും പോയി. ഇത് അത് വീതിയില്ലേ റോഡിന്, അതിനെ മെയിൻ പ്രശ്നം അല്ലേ. ഇല്ലിയാപ്പള്ളി ടൗൺ ഇവിടെ എപ്പോഴും ബ്ലോക്ക് തന്നെ. രാവിലെ എന്നില്ല, വൈകുന്നേരം എന്നില്ല, ഏത് സമയം ഇവിടെ ബ്ലോക്ക് തന്നെയാണ്. ഇല്ല പോയാൽ നമുക്ക് എടച്ചേരി, ഓർക്കാട്ടേരി അങ്ങനെ അങ്ങ് പോവാം. നമ്മളെങ്ങനെ പോകുന്നത്? കനാൽ കൂടി അതാ നേരെയോ? നേരെ പോലെ ആ റോഡും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ബജ്ജിയാ? ഞാനും വെച്ചു ചെക്കനെന്താ ബജ്ജി വേണമെന്ന് പറയുന്നത്. ഇവന്റെ പക്ഷേ കാണിച്ചു കൊടുക്കും. ഇവരും ടാറ്റ വെച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്ക്. ഈ വാച്ച് എനിക്ക് തരുവാ? ഞാൻ എടുത്തോട്ടാ. വീണാ എപ്പോ? അത് ഞാൻ തടിച്ചിങ്ങനെ എന്നിട്ട് എന്തേലും പറ്റീനാ? തടിച്ചിക്കലാ തടിച്ചിന്? ചിങ്ങ പോന്ന. അയ്യോ നമ്മൾ ഈ താഴെ കാണുന്നത് പൊന്മേരി ശിവക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രി കേട്ടോ. അത് വലിയൊരു അമ്പലമാണ്. ഈ റോഡ് മുഴുവനായിട്ട് കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ ഇങ്ങനെ തുള്ളി 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 ഫുള്ള് കയറ്റം ഇറക്കമാണ്. പിന്നെ ഇങ്ങനെ തുള്ളി തുള്ളി പോകേണ്ട ഒരു റോഡും കൂടി കേട്ടോ. ഞാൻ ആദ്യമെല്ലാം ബൈക്ക് എടുത്ത് ഈ വഴിക്കിന് വരുത്തി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കനാൽമക്കുടി എന്നുള്ളത്. അതാവുമ്പോൾ നമുക്ക് ഈ ടൗൺ ഏരിയ എല്ലാം സ്കിപ്പ് അടിക്കുകയും ചെയ്യാം. അതായത് ഈ തണ്ണീർപ്പന്തൽ ടൗണ്, അതുപോലെ തന്നെ കുനിങ്ങാട്, കല്ലേരി, ഇതെല്ലാം നമുക്ക് സ്കിപ്പ് അടിച്ചിട്ട് നേരെ വില്യാപ്പള്ളി ടൗണിലൊന്ന് ചാടാം. പിന്നെ അത് സമയവും ലാഭമാണ്, നല്ല റോഡുമാണ്. ഇതുപോലെ തുള്ളി 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 പോണ്ട, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു അതുപോലെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മള് കല്ലേരി എത്തി കേട്ടോ. അതാണ് പ്രസിദ്ധമായ കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. ഇവിടൊക്കെ ഡിസംബറിനാണ് തെറ ഉണ്ടാവുക കേട്ടോ. അയ്യന്നൂരെത്തിയാ? അമ്പലത്തില് ഇപ്പൊ കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോ തണ്ണീർപ്പന്തൽ ടൗൺ മാസാവസാനായില്ലേ? എന്നാളും വിഷു. തണ്ണീർപ്പന്തൽ ടൗൺ. ഇത് കഴിഞ്ഞാല് നമുക്ക് അടുത്ത സ്റ്റോപ്പാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ ടൗൺ. തണ്ണീർപ്പന്തൽ ടൗൺ 11 അയ്യോ, സമയത്തിനോട് പോവല്ലാന്ന് പറയാട്ടാ. എന്നാ എന്റെയും 11 അച്ഛൻ്റെയും 11 യൂട്ടൻ്റെയും 11 എന്നാ എന്റെയും 11. നമ്മളിതാ കുമ്മങ്കോട് എത്തി കേട്ടോ. എന്റെ വീട്ടിലേക്കുള്ള ലാസ്റ്റ് ടൗൺ. ആ അമ്മ ഇപ്പം വരും. ഇപ്പം അങ്ങോട്ടമ്മക്ക് ഐസ്ക്രീം കുമ്മങ്കോട് ടൗൺ. ഇനി അടുത്ത നമുക്ക് ഇറങ്ങണ്ട സ്റ്റോപ്പ്. ഇനി നമ്മൾ നേരെ വീട്ടിൽ
തുടങ്ങിയത് ഇവിടെ വരെ റോഡ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെയാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ ചെക്കനൊരു സാധനം മേടിക്കാൻ വേണ്ടി ഇതിലാവുമ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണ്. ടാറിങ്ങിൻ്റെ പരിപാടി ഉണ്ടെന്ന് തോന്നല്ലോ. ടാറിങ്ങിൻ്റെ പരിപാടി ഉണ്ടെന്ന് തോന്നല്ലോ അത് മൊത്തത്തിൽ. നമ്മളെ ഡെസ്റ്റിനേഷൻ അടി കൊള്ളുന്നുണ്ടെങ്കിലും കൊള്ളുന്നില്ലെങ്കിലും നമ്മൾ ഷെയർ ഓണടി ഓണടി സ്റ്റാറെല്ലാം നോക്കി ഇനി ഇത് വെള്ളല്ലേ കയറി പോന്നത്തേക്ക് ഓണടിയടാ ഓണടിയടാ. അപ്പൊ നമ്മളതാ വീട്ടിലെത്തി. വീട്ടിലൊരു സർപ്രൈസ് കൊടുത്തു ഗൈസ്. ഹലോ എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? നമ്മളങ്ങനെ വീട്ടിലെത്തി. 3 ദിവസത്തെ ഒരു നീണ്ട യാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മോ വയ്യ 3 ദിവസം. അല്ല ഇപ്പൊ ആരെയൊന്നും പറഞ്ഞിട്ടില്ല. എമ്പുരാൻ കണ്ടോ? ചെക്ക ഇവിടെ ഐസും കുടിച്ചിരിക്കുന്നു. എങ്ങനെ ഐസ് കുടിക്കുക? എങ്ങനെ ഐസ് കുടിക്കുക? ഹായ് അല്ല ഐസ്. അങ്ങനെ ടാറ്റാ ടാറ്റാ. ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തു ഗൈസ്. എനിക്കൊരു സംശയം ഉണ്ട്, ഇത്തവണ സർപ്രൈസ് എനക്കാവോ? അതാണോ ഫ്രണ്ട്ഷിപ്പ്? നമ്പൂരിമാർ വരാന്ന് വിചാരിച്ചു ഞാൻ. കാറിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്കൊരു സംശയം ഉണ്ട്, ഇത്തവണ സർപ്രൈസ് എനക്കാവോ വീട്ടിലാവോ? അങ്ങനെങ്കിലും ഒരു സർപ്രൈസ് കൊടുത്തു. ഹരിമാമനും പറഞ്ഞില്ലേ എന്നാ ചേച്ചി വരണം എന്നൊക്കെ ചോദിച്ചു. 31 ആയിരിക്കും സർപ്രൈസ് വിസിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും നടന്നു സർപ്രൈസ്. എന്നാന്ന് എന്റെ റൂമിന്റെ അവസ്ഥ എന്താണ്? അവളും പരീക്ഷ മാറ്റ കാര്യങ്ങൾ കുന്ത്രമാടങ്ങളൊക്കെ അതിന്റെ ഉള്ളിലല്ല. വേറെ എടുത്ത് മാറ്റിക്കോ, അല്ലെങ്കിൽ എല്ലാരും കൂടി ഇതിൽ കൂടിക്കോളും. നിങ്ങൾ ചെറിയ അപ്പൊ ഇതാണ് എൻ്റെ വീട്. ഇതുവരെ ഇതൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. ഇതാണ് അവസ്ഥ കേട്ടോ. ഇതാണ് അവസ്ഥ. അയ്യോ, അങ്ങനെ ഒരു നീണ്ട യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. 3 ദിവസം. അങ്ങനെ 3 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.